ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ മിനി പേഡിൽ നമുക്കൊരു ലൈറ്റിൻ്റെ പേഴ്സായിട്ട് നമ്മുടെ കയ്യിലില്ല. നമുക്കത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ലൈറ്റിൻ്റെ യൂസർ മാനുവൽ നമുക്ക് കയ്യിൽ വേണം കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിനി പേഡ് X3 എന്ന മോഡലിലാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് ഡിസ്പ്ലേയിൽ വരാം. ഡിസ്പ്ലേയിൽ നമ്മൾ സെറ്റിങ്സ് അവിടെ ഈ പേഴ്സണാലിറ്റി മാനേജ് പ്രസ് ചെയ്യുക. അവിടെ എഡിറ്റ് പേഴ്സണാലിറ്റി നമ്മുടെ ബിഗ് ടിപ്പറിൻ്റെ LP001 എന്ന മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നെയിം അടിക്കാം. ഇവിടെ നമുക്ക് വീൽ C പ്രസ് ചെയ്യുമ്പോൾ തന്നെ കേട്ടോ നമുക്ക് എൽ സ്പേസ് അടിക്കുമ്പോൾ നമ്മുടെ സ്പേസ് സ്പേസ് അടുത്ത 001 അത് കഴിഞ്ഞ് എൻ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് എത്ര ചാനലാണ് ആ LED പവറിൻ്റെ എത്ര ചാനലാണ് അതിൻ്റെ ചാനൽ നമുക്ക് 8 ചാനലാണ്. നമ്മളുടെ 8 പ്രസ് 8 നമ്മുടെ വീൽ C കേട്ടോ. വീൽ C 8. ഓക്കെ, ഇനി നമുക്ക് കണ്ടഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ നമ്പർ ഇപ്പോൾ 8 ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് നമ്മുടെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം. അടുത്ത് നമ്മുടെ 8 ചാനലിൽ ഏതൊക്കെ ഒന്നാമത്തെ ചാനൽ വന്നിട്ട് ഡിമ്മറാണ്. ഡിമ്മർ നമ്മുടെ C ഇവിടെ ഡിമ്മർ റിസൾട്ടിന് ശേഷം എൻ്റർ അടിക്കുക. ഒന്നാമത്തെ ചാനൽ ഡിമ്മറായി. രണ്ടാമത്തെ ചാനൽ ഷട്ടറാണ്. രണ്ടാമത്തെ ചാനൽ വന്നത് ഷട്ടറാണ്. ഇവിടെ ഐറിസ് ഫ്ലാഷ്. ഓക്കെ, അവിടെ എൻ്റർ അടിക്കുക. രണ്ടാമത്തെ ചാനൽ ഫ്ലാഷായി. മൂന്നാമത്തെ ചാനൽ വന്നിട്ട് ആക്ടോ ആണ്. അപ്പോൾ നമുക്കിവിടെ ആക്ടോ കളർ ഉണ്ടെന്ന് നോക്കാം. അതിന് എഫക്റ്റ് കാണാം. എൻ്റർ. നാലാമത്തെ ചാനൽ കളർ. അഞ്ചാമത്തെ ചാനൽ നമുക്ക് റെഡാണ്. റെഡ് LED ആണ്. അപ്പോൾ നമുക്ക് LED റെഡ്. ഓക്കെ, ആറാമത്തെ ഗ്രീൻ RGBW ആണ്. ആറാമത്തെ G. ഓക്കെ, എൻ്റർ. ഏഴാമത്തെ ബ്ലൂ. എട്ടാമത്തെ അതിൽ വൈറ്റാണ്. ഈ LP001 എന്ന മോഡലിൽ വൈറ്റ് പ്രത്യേക ഒരു ചാനലാണ്. അങ്ങനെയാണ് 8 ചാനൽ, അല്ലെങ്കിൽ 7 ചാനലിൽ കാണത്തുള്ളൂ ചിലതിൽ. എട്ടാമത്തെ വൈറ്റ്. എൻ്റർ. 8 ചാനൽ നമ്മളായിട്ടുണ്ട്. ഡിമ്മർ, ഫ്ലാഷ്, എഫക്റ്റ്, കളർ. ഡിമ്മർ, ഫ്ലാഷ്, എഫക്റ്റ്, കളർ, റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്. നമുക്ക് ലൊക്കേറ്റ് വാല്യൂ, ഡിമ്മറിൻ്റെ ലൊക്കേറ്റ് വാല്യൂ അവിടെ തന്നെ നമുക്ക് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഡിമ്മർ ലൊക്കേറ്റ് വാല്യൂ 255. ഓക്കെയാണ്. ബേക്കണാണ്. ഫ്ലാഷ് ലൊക്കേറ്റ് വാല്യൂ ആണ്. ഫ്ലാഷ് നമുക്ക് 0 മതി. ലൊക്കേറ്റ് വാല്യൂ 0 ആയിട്ടുണ്ട്. ഓക്കെ, എഫക്റ്റ് ലൊക്കേറ്റ് വാല്യൂ
0 ഓക്കെയാണ്. കളർ ലുക്ക് 0 ഓക്കെയാണ്. LED 1 ലൊക്കേറ്റ് വാല്യൂ 250. അത് ഓക്കെ. അപ്പോൾ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് LED എല്ലാം ഓണാണ്. ഓക്കെയാണ്. G ഓക്കെയാണ്. ഓക്കെയാണ്. വൈറ്റ് ഓക്കെയാണ്. നമുക്ക് നേരെ വീണ്ടും ഒരു ആരോ മാർക്ക് എൻ്റർ ടു കണ്ടിന്യൂ എൻ്റർ അടിച്ചു. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി സേവ് ആയിട്ടുണ്ട്. R20 പേഴ്സണാലിറ്റി സേവ് ആയിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ക്ലിയർ അടിക്കാം. നമുക്ക് പാച്ച് നമ്മുടെ പാച്ച് ഫീച്ചർ നമ്മുടെ പേഴ്സണൽ ഇവിടെ ഉണ്ടെന്ന് 20ാമത്തെ LP001 നമുക്കത് ഒരു LED പാർ 10 ഓക്കെ. 10 നമ്മൾ അടുത്ത് 20 ഗൂഗിൾ പേജ്. ഓക്കെ. എക്സിറ്റ് ക്ലിയർ. നമുക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ ഓക്കെ. നമുക്കിതാണ് LED പറ കേട്ടോ. ലൊക്കേറ്റ് ചെയ്ത് നോക്കിയല്ലോ. ഓക്കെ. എല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാ ബൾബും ലൈറ്റ് ഉൾപ്പെടെ. ഡിമ്മർ ഓക്കെ. ഡിസ്പ്ലേ ഡിമ്മർ വോളിയം BA ആണ് കേട്ടോ. അല്ല 0 ഫുള്ള്. കളർ നമുക്കിവിടെ ഇവിടെയാണ് നമ്മുടെ കളർ വന്നിട്ടോ. പക്ഷെ അത് രണ്ടാമത്തെ രീതിയിലാണ്. ചാനൽ ഇതാണ്. ഇവിടെ B മാറും. വൈറ്റും ഗ്രീനും. നമുക്ക് റെഡൊന്നും എല്ലാം കുറയ്ക്കും. ഓക്കെ. നമ്മുടെ പേഴ്സണാലിറ്റി കറക്റ്റാണ്. എല്ലാ LED ഓഫ് ആയിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്ത് നോക്കണേ. ഇവിടെ നമുക്ക് വൈറ്റ് മാത്രം നോക്കിയാൽ കണ്ടോ. വൈറ്റ് മാത്രം ഓഫ്. നമുക്ക് LED ഗ്രീനും B അടുത്ത് നമുക്ക് ഈ പേജിൽ LED ബ്ലൂ ഓക്കെയാണ്. അടുത്ത് റെഡ് ഓക്കെയാണ്. ഇനി നമുക്ക് എക്സിറ്റ് ക്ലിയർ അടിക്കുമ്പോൾ ഇത് മൊത്തം ഓഫാണ്. ഇത് നമ്മുടെ പേഴ്സണാലിറ്റി കറക്റ്റ് ആയിട്ടുള്ളൂ. ഓക്കെയാണ്. നമ്മുടെ പേഴ്സണാലിറ്റി ഓക്കെയാണ്. ഇങ്ങനെയാണ് നമ്മൾ കൺസോളിൽ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു യൂസർ മാനുവൽ ഉണ്ടെങ്കിൽ നമുക്ക് കൺസോളിൽ തന്നെ നമുക്ക് മാനുവലായിട്ട് നമുക്ക് പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാം. എമർജൻസി ഘട്ടങ്ങളിൽ പേഴ്സണാലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ലൈറ്റ് മേടിക്കുമ്പോൾ യൂസർ മാനുവൽ കൂടെ ചോദിച്ച് വാങ്ങാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.